الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونتوب إليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പകർത്താൻ പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളായ ചില ആളുകൾക്ക് സന്താന സൗഭാഗ്യം നൽകും. എന്നാൽ ചില ആളുകൾക്ക് അള്ളാഹു അങ്ങനെ ഒരു ഭാഗ്യം നൽകുകയില്ല. ചില ആളുകൾക്ക് ആൺമക്കളെ മാത്രം നൽകും, ചില ആളുകൾക്ക് പെൺമക്കളെയും ആൺമക്കളെയും ഇടകലർന്ന് നൽകുകയും ചില ആളുകൾക്ക് പെൺമക്കളെ മാത്രം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് സന്താന സൗഭാഗ്യം എന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹവും അതുപോലെ തന്നെ അവൻ്റെ മഹത്തായ ഒരു അമാനത്തുമാണ് സന്താനങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവൻ്റെ അനുഗ്രഹവും അമാനത്തുമായിട്ടുള്ള സന്താനങ്ങളെ കൃത്യമായി ഇസ്ലാമിക ശിക്ഷണം നൽകേണ്ടതും ഇസ്ലാമിക ചുറ്റുപാടുകളിൽ അവരെ വളർത്തിക്കൊണ്ടുവരേണ്ടതും ഓരോ മാതാപിതാക്കളുടെയും നിർബന്ധ ബാധ്യതയാണ്. നമ്മളിൽ പല ആളുകളും ഒരു സന്താനം ലഭിക്കാൻ വേണ്ടി, ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ഒരുപാട് ചികിത്സിച്ചിട്ടും സന്താന സൗഭാഗ്യം ലഭിക്കാത്ത നമ്മളിൽ പല ആളുകളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതവൻ്റെ അലംഘനീയമായ നിയമം അതെന്താണോ അത് അവൻ്റെ സൃഷ്ടികളിലൂടെ നടപ്പാക്കും. അത് നമുക്കാർക്കും അറിയില്ല. മനുഷ്യരായ നമ്മൾ
നമ്മുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുകയും അതുപോലെ തന്നെ ചികിത്സിക്കുകയും ഒക്കെ ചെയ്ത് ഒരുപക്ഷെ അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള അനുഗ്രഹം നൽകിക്കഴിഞ്ഞാൽ ആ അമാനത്താകുന്ന നമ്മുടെ സന്താനങ്ങളെ കൃത്യമായി ഇസ്ലാമിക നിയമങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് അവരെ വളർത്തേണ്ടതും അവർക്ക് ശിക്ഷ നൽകേണ്ടതും മാതാപിതാക്കൾ രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മുടെ നിർബന്ധ ബാധ്യതയാണ്. കാരണം എല്ലാ കുഞ്ഞുങ്ങളും ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കുല്ലു മൗലൂദുൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുഞ്ഞുങ്ങളും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലൂടെയാണ്. അതായത് ശുദ്ധ പ്രകൃതി, അതിലാണ് എല്ലാ കുഞ്ഞുങ്ങളും ജനിച്ചു വീഴുന്നത്. എന്നിട്ടോ ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി, പിന്നെ അവൻ്റെ മാതാപിതാക്കളാണ്, അവൻ്റെ ചുറ്റുപാടുകളും സാഹചര്യങ്ങളുമാണ് അവനെ ജൂതനോ ക്രൈസ്തവനോ അഗ്നി ആരാധകനോ ആക്കി തീർക്കുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ മുസ്ലിമാക്കുന്നത് എന്ന് പറഞ്ഞില്ല. നേരെ മറിച്ച് ജൂതനും ക്രൈസ്തവനും അഗ്നി ആരാധകനും അല്ലാഹുവല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങനെയുള്ള ഒരു ആദർശത്തിൻ്റെ ആളുകളായി ആ ശുദ്ധ പ്രകൃതിയിലൂടെ ജനിച്ചു വീഴുന്ന സന്താനങ്ങളെ മാറ്റി തീർക്കുന്നത് അവരുടെ മാതാപിതാക്കളും അതേപോലെ തന്നെ ചുറ്റുപാടും സാഹചര്യങ്ങളുമാണ്. അതുകൊണ്ട് നമുക്ക് ബാധ്യതകളുണ്ട് സഹോദരങ്ങളെ. ഒരുപാട് സന്താനങ്ങൾ ലഭിക്കുക എന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം തന്നെയാണ്. പക്ഷെ അവരെ കൃത്യമായ ശിക്ഷ നൽകാതെ നമ്മൾ തോന്നിയ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നു എങ്കിൽ ഒരുപക്ഷെ ആ മക്കളെ കൊണ്ട് തന്നെ നമ്മൾ നരകത്തിൽ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കൃത്യമായി ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ കീഴിൽ ജീവിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ, സന്താനങ്ങൾ, അവരെപ്പറ്റി നാളെ പരലോകത്ത് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്നത് കുല്ലുക്കും റായിൻ, നിങ്ങളെല്ലാവരും ഭരണകർത്താക്കളാകുന്നു. നമ്മളൊക്കെ ഭരണകർത്താക്കളാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി, നിങ്ങളെല്ലാവരും നിങ്ങളുടെ കീഴിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. വൽ അമീറു റായിൻ, ഒരു നേതാവ് അവൻ്റെ കീഴിൽ ഉള്ള ജനതയെ സംബന്ധിച്ച് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. വറജുലു റായിൻ അല അഹ്ലി ബൈത്തിഹി, ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ അവൻ്റെ കീഴിൽ താമസിക്കുന്ന ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. വൽ മർഅത്തു, ഒരു സ്ത്രീയാകട്ടെ റായിയത്തുൻ, അവൾ കർത്താവാണ്. എങ്ങനെ? അലാ ബൈത്തി സൗജിഹാ വ വലദിഹി, അതേ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെ നായികയാണ്. തൻ്റെ ഭർത്താവിൻ്റെ സന്താനങ്ങളെ പരിരക്ഷിക്കേണ്ടതും അവരെ സംബന്ധിച്ച് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ത്രീ, അവളും എന്തു ചെയ്യും? ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഫകുല്ലുക്കും റായിൻ, നിങ്ങളെല്ലാവരും, അതായത് നമ്മളെല്ലാവരും ഭരണകർത്താക്കളാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി, എല്ലാവരും അവരുടെ കീഴിലുള്ള ആളുകളെ സംബന്ധിച്ച് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ, നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യമാർ, അവരെയൊക്കെ കൃത്യമായി ഇസ്ലാമിക ചുറ്റുപാടിൽ ജീവിപ്പിക്കേണ്ടതും അവരെ വളർത്തേണ്ടതും സംരക്ഷിക്കേണ്ടതുമൊക്കെ നമ്മുടെ നിർബന്ധ ബാധ്യതയാണ്. നമ്മെ ആരെങ്കിലും ഒരു അമാനത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു സാധനം, ഒരു വസ്തു അമാനത്തായി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ തിരിച്ചു കൊടുക്കുന്ന പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്തായൊരു സമ്പത്താണ് സഹോദരങ്ങളെ നമ്മുടെ സന്താനങ്ങൾ എന്ന് പറയുന്നത്. അത് അല്ലാഹു നമ്മെ ഏത് രൂപത്തിലാണോ ഏൽപ്പിച്ച് തന്നിട്ടുള്ളത് അതേപോലെ, പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ തിരിച്ചേൽപ്പിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് ചെറിയ കുഞ്ഞുങ്ങൾ മരണപ്പെടുമ്പോൾ നമ്മളോട് പറഞ്ഞത്, ആ രക്ഷിതാക്കളോട് പറഞ്ഞത്, നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറയണമെന്ന. കാരണം എന്താ? ആ കുഞ്ഞിനെ നമുക്ക് അല്ലാഹു നമ്മെ ഏൽപ്പിച്ച അതേ രൂപത്തിൽ തിരിച്ചു കൊടുക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ മലക്കളോട് കുഞ്ഞുങ്ങൾ മരണപ്പെടുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ആളുകൾക്ക് വേണ്ടി പറയാൻ പറയും, അല്ലെങ്കിൽ നിർമ്മിച്ചു കൊടുക്കാൻ പറയും. ഇബ്നു ലഹു ബൈതൻ ഫിൽ ജന്ന,
സമ്മുഹു ബൈത്തൽ ഹംദ്, നിങ്ങൾ ആ വ്യക്തിക്ക്, അതായത് കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിൽ മരണപ്പെടുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയണമെങ്കിൽ അല്പം ഈമാൻ വേണം. അങ്ങനെ അൽഹംദുലില്ലാ പറഞ്ഞ ആളുകൾക്ക് സ്വർഗലോകത്തെ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുക. ആ വീടിന് അള്ളാഹു തന്നെ പേര് വെക്കുകയും ചെയ്തു ബൈത്തൽ ഹംദ് എന്ന്. അപ്പം അതുകൊണ്ട് കുഞ്ഞുങ്ങൾ അതേപോലെ കൃത്യമായ വിശ്വാസത്തോടെ ഇസ്ലാമിക സംസ്കാരത്തോടെ വളർത്തേണ്ടത് സഹോദരങ്ങളെ രക്ഷിതാക്കളായ മാതാപിതാക്കളായ നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് മക്കളെ ഇരു ലോകത്ത് ഉപകാരപ്പെടുന്ന രൂപത്തിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരിക, അതിനുള്ള സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അനുകൂലമാക്കി നൽകുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നമുക്ക് പഠിപ്പിച്ചു തന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം. എന്താണ് ആ വചനം? ഇദാ മാത ഇബ്നു ആദം ഇൻഖത അമലു ഇല്ലാ മിൻ സലാസ് സദഖത്തിൻ ജാരിയ ഔ ഇൽമുൻ യുൻതഫഹു ബിഹി ഔ വലദുൻ സാലിഹ് യദഉ ലഹു. അതെ, ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ 3 കാര്യങ്ങളല്ലാതെ ബാക്കിയൊക്കെ മുറിഞ്ഞുപോയി. അവൻ്റെ 3 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ മുറിഞ്ഞു പോകും. അതിലൊന്ന് പറഞ്ഞത് സദഖത്തിൻ ജാരിയ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന, അതായത് മരണശേഷവും ഒഴുകിക്കൊണ്ടിരിക്കുന്ന സദഖത്തുൻ ജാരിയായ സദഖകൾ, ദാനധർമ്മങ്ങൾ. അതുപോലെ തന്നെ ഇൽമു യുൻതഫഹു ബിഹി, നമ്മൾ കാരണം ആർക്കെങ്കിലും ഒരു ഇസ്ലാമിക വിജ്ഞാനം പകർന്നു കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതും നാളെ പരലോകത്ത് നമുക്ക് പ്രയോജനപ്പെടും. മൂന്നാമത് പറഞ്ഞത് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അതേ സ്വാലിഹായ സൽക്കർമ്മിയായ ഒരു കുട്ടി, ഒരു സന്താനം. എങ്ങനെ സൽക്കർമ്മിയായ സന്താനമാണ്? യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങൾ. സഹോദരങ്ങളെ, നമ്മൾ മണ്ണോട് മണ്ണ് ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മൾ സ്വാലിഹീങ്ങളാണോ എന്ന് പരിശോധിക്കാൻ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മെ വളർത്തിക്കൊണ്ടുവന്ന, നമ്മെ പ്രസവിച്ച, മുലയൂട്ടിയ നമ്മുടെ പിതാവും അതുപോലെ തന്നെ മാതാവും, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഇൻഷാ അല്ലാഹ് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമ്മുടെ മക്കളും സ്വാലിഹീങ്ങളായി തീർന്നാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, മരണപ്പെട്ടവരാണെങ്കിലും അല്ലെങ്കിലും ശരി, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. എങ്കിൽ നമ്മുടെ മക്കളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ നമ്മൾ മരണപ്പെട്ടാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളെയാണോ നമ്മൾ നമ്മുടെ വീടുകളിൽ വളർത്തിക്കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി എത്ര സമയം ചിലവഴിക്കാനും എത്ര സമ്പത്ത് ചിലവഴിക്കാനും എത്രമാത്രം അധ്വാനിക്കാനും നമ്മൾ തയ്യാറാണ് എങ്കിൽ സഹോദരങ്ങളെ, ആ ഭൗതിക വിദ്യാഭ്യാസത്തിന് നൽകുന്ന ഒരു പ്രാധാന്യം നമ്മുടെ ഇഹലോകത്തും പരലോകത്തും നമുക്ക് ഉപകാരപ്പെടുന്ന വിജ്ഞാനമാണല്ലോ ഇസ്ലാമിക വിജ്ഞാനം എന്ന് പറയുന്നത്. ഇസ്ലാമിക ശരീഅത്തിൻ്റെ ആ വിജ്ഞാനങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ മക്കളെ അതിന് തയ്യാറാക്കാറുണ്ടോ? അവരുടെ മദ്രസ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ എത്രയാണ് ചിലവഴിക്കാറുള്ളത്? നമ്മൾ നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയക്കുന്ന ആ വാഹനത്തിൻ്റെ ചാർജ് പോലും നമ്മൾ നമ്മുടെ മക്കൾക്ക് ദീന് പകർന്നു കൊടുക്കുന്ന സ്ഥാപനത്തിന് നമ്മൾ നൽകാറുണ്ടോ എന്ന് ചിന്തിക്കുക. 5ാം ക്ലാസ് വരെ മദ്രസയിൽ പറഞ്ഞയച്ചാൽ എൻ്റെ ഉത്തരവാദിത്വം തീർന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ നമ്മുടെ ചുറ്റുഭാഗത്തുമുണ്ട്. ഇല്ല സഹോദരങ്ങളെ, തീർന്നിട്ടില്ല. നമ്മൾ മരണം വരെ അവരെ ഇസ്ലാമിക ചുറ്റുപാടിൽ വളർത്താൻ അതിനുവേണ്ട സൗകര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം. നമ്മൾക്ക് QHLS ഖുർആൻ ഹദീസ് പഠന ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ കൂടെ കൊണ്ടുപോകണം, നമ്മുടെ ഭാര്യമാരെ കൂടെ കൊണ്ടുപോകണം. ഈ പള്ളി നിറയെ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹോദരങ്ങളെ, നമ്മുടെ വീടുകളിൽ എത്ര മക്കളുണ്ട് ജുമാക്ക് വരാത്തത്? നമ്മുടെ വീടുകളിൽ നമ്മുടെ ഭാര്യമാർ, എത്ര ഭാര്യമാർ ഇവിടെ വന്നിട്ടുണ്ട്? ഇത്ര വിശാലമായ പള്ളിയാണോ സ്ത്രീകൾക്കപ്പുറത്ത് ഒരുക്കിയിട്ടുള്ളത്? ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കണം. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് നമ്മൾ പരിപാടിക്ക് പോകുമ്പോൾ കഴിയുന്നത്ര നമ്മുടെ മക്കളെ കൂടെ കൂട്ടണം, നമ്മുടെ ഭാര്യമാരെ നമ്മൾ കൂടെ കൂട്ടണം. നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെയും അതേപോലെ തന്നെ
അങ്ങനെയുള്ള ആളുകളെയുമൊക്കെ നമ്മൾ കൂടെ കൂട്ടിക്കൊണ്ടുപോയാലേ അവർക്കും നമ്മൾ മനസ്സിലാക്കിയ തൗഹീദിൻ്റെ സന്ദേശം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവഴിക്കുന്നത് പോലെ അതിനേക്കാളേറെ നമ്മൾ ചിലവഴിക്കേണ്ടത് ഈ ദുന്യാവിലും പരലോകത്ത് ഉപകാരപ്പെടുന്ന ഈ ദുന്യാവിൽ ഉപകാരപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ നോക്കും. നമ്മളൊരു ഒരു മകനെ ഒരു മകളെ MBBS ഡോക്ടറാക്കി അവളുടെ ജോലിയും കഴിഞ്ഞ് ജോലി നേടി അവളുടെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നുവെങ്കിൽ അതേപോലെ തന്നെ മക്കളും നല്ല വിദ്യാഭ്യാസം നൽകി നല്ല ജോലി ലഭിച്ചു. അവനും അവൻ്റെ കുടുംബവുമായി നമ്മുടെ അടുത്തല്ല ഇപ്പോൾ പല ആളുകളും താമസിക്കുന്നത്. എല്ലാവരും പല നാടുകളിലാണ്. ഓരോ ആളുകൾ പറയും എൻ്റെ ഒരു മകൻ UK എൻ്റെ ഒരു മകൻ UAE എൻ്റെ ഒരു മകൻ പിന്നെ ബ്രിട്ടനിലാണ് എന്നൊക്കെ പറയും. ഒരാൾ ഡോക്ടറാണ്, ഒരാൾ എൻജിനീയറാണ്, ഒരാൾ അധ്യാപകനാണ്, ഒരാൾ ബിസിനസ്സുകാരനാണ്. അവർക്കൊന്നൊരു സമയമില്ല. നമ്മൾ ഒരു നേരം നമസ്കരിക്കാനുള്ള വുളു ചെയ്യാൻ അല്പം വെള്ളം ചൂടാക്കണമെങ്കിൽ നമ്മൾ മുതുകു വളയാത്ത രൂപത്തിൽ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ബുദ്ധിമുട്ടി ചൂടുവെള്ളം ഉണ്ടാക്കി ഒതുവെടുത്ത് നമസ്കരിക്കുന്ന ആ സമയത്ത് നമ്മുടെ കൈ പിടിക്കാനും നമുക്ക് ഒരു നേരത്തുള്ള വുളു എടുക്കാനുള്ള വെള്ളം ചൂടാക്കാനും നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിലില്ല എങ്കിൽ, നമ്മുടെ അടുത്തില്ല എങ്കിൽ എന്താണ് സഹോദരങ്ങളെ നമ്മുടെ മക്കളുടെ അവസ്ഥ? അതുകൊണ്ട് സഹോദരങ്ങളെ, മക്കൾ നമുക്ക് പരീക്ഷണമാണ്. അതേപോലെ തന്നെ മക്കൾക്ക് പരീക്ഷണമാണ് വൃദ്ധരായ മാതാപിതാക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓരോ ആളുകളും അവരവരുടെ കർത്തവ്യം കൃത്യമായി നിർവഹിച്ചില്ല എങ്കിൽ പരലോകത്ത് ഈ ദുന്യാവിൽ രക്ഷപ്പെട്ടതുപോലെ, ഈ ദുന്യാവിൽ നല്ലൊരു ജോലി ലഭിച്ചതുപോലെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കാലത്തെ പഴിച്ചിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ കാലം അങ്ങനല്ലേ എന്ന് പറഞ്ഞ് പഴിച്ചിട്ട് കാര്യമില്ല. ആൽഫ ജനറേഷനാണ്. അതുപോലെ തന്നെ മൊബൈലാണ്. എല്ലാ സമയത്തും ലഹരിയും മറ്റുമുള്ള കാര്യങ്ങളുമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. സഹോദരങ്ങളെ, അങ്ങനെ കാലത്തെ പഴിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരല്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിക്കേണ്ടവരല്ല നമ്മൾ. അതുപോലെ തന്നെ ഒരു മക്കൾക്ക് ആരോടും പ്രത്യേകിച്ച് ഒരു ബാധ്യതയില്ലാത്തതുപോലെ ഒരു മകൻ പറഞ്ഞതെന്താ, എന്നെ ഗർഭം ചുമന്നതിനും പ്രസവിച്ചതിനും ഞാനിതാ അതിന് ശിക്ഷ നൽകുന്നു എന്ന് പറഞ്ഞ് ഉമ്മയുടെ വാരിലേക്ക് കുത്തിക്കയറ്റുന്ന മക്കളാണ് സഹോദരങ്ങളെ നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ളത്. അധ്യാപകരോട് അവർക്ക് ഒരു ബാധ്യതയുമില്ലാത്തതുപോലെ, അതുപോലെ തന്നെ ജന്മം നൽകിയ മാതാപിതാക്കൾക്കൊരു ബാധ്യതയുമില്ലാത്തതുപോലെ ഞാനും എൻ്റെ ബോഡിയും ഞാനും എൻ്റെ ശരീരവും ജീവിതം ഒന്നേ ഉള്ളൂ, അത് അടിച്ചു പൊളിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വെറുതെ വിടാനുള്ളവരല്ല നമ്മുടെ മക്കൾ. നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങേണ്ടവരാണ്. അവർ നമ്മുടെ വീടുകളിലാണ് താമസിക്കുന്നത്. അവരെ നമ്മളാണ് വളർത്തിക്കൊണ്ടുവന്നത്. അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുന്നത് നമ്മളാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് കേൾക്കുന്ന മക്കളാകാൻ നമ്മൾ കൃത്യമായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തത് മഹാന്മാരായ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചതുപോലെ, അതേപോലെ തന്നെ സന്താനങ്ങൾക്ക് ആദർശം നൽകിയതുപോലെ നമ്മളും അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നൽകേണ്ടതുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇബ്രാഹിം ബനി യാക്കൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സന്താനങ്ങൾക്കും യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനുമൊക്കെ വസിയത്ത് നൽകിയ ബനിയ, എൻ്റെ പൊന്നുമക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, നിങ്ങൾക്ക് അല്ലാഹ് ഒരു ദീന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരണപ്പെടാൻ പാടില്ല. നമ്മൾ നമ്മുടെ മക്കളോട് ഇന്ന് വരെ എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ മുസ്ലിമായിക്കൊണ്ടല്ലാതെ ജീവിക്കരുത്, നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരണപ്പെടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പ്രവാചകന്മാരായ മക്കളോട് പറയുന്നത്, നിങ്ങൾ മുസ്ലിങ്ങളായി ജീവിക്കണം, മുസ്ലിങ്ങളായി മരണപ്പെടണം. അം കുൻതും ശുഹദാ ഇദ് ഹദറ യാക്കൂബൽ മൗത്ത്, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മരണം ആസന്നമായ സന്ദർഭം നിങ്ങൾ സാക്ഷികളാണോ? എന്നിട്ട് പറയുന്നത് ഖാല ലിബനി, അദ്ദേഹം തൻ്റെ മക്കളോട് പറയുന്നു, മാ തഅബുദൂന മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ്. ആ മക്കൾ വാപ്പയോട് കൃത്യമായ ഉത്തരം പറഞ്ഞു.
അതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഇസ്മായിൽ ഇസ്ഹാഖ് എന്നീ പ്രവാചകന്മാരുടെ ഒക്കെ റബ്ബാരാണോ ഇലാഹാരാണോ അവനെയാണ് ഞങ്ങൾ ആരാധിക്കുക. ഇലാഹം വാഹിദ, അവൻ ഏകനായ ആരാധ്യനാണ്. വനാനു ലഹു മുസ്ലിമൂൻ, അവൻ ഞങ്ങളിതാ പൂർണ്ണമായി കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. സഹോദരങ്ങളെ, അതുപോലെ നമ്മളെ മക്കൾക്ക് മരണം ആസന്നമാകുമ്പോൾ പിതാവ് തൻ്റെ സമ്പത്തുകളൊക്കെ മക്കൾക്ക് ആ സ്ഥലം നിനക്കാണ്, ആ ബിസിനസ് നിനക്കാണ്, ആ കെട്ടിടം നിനക്കാണ് എന്നൊക്കെ പറഞ്ഞ് വസിയത്ത് ചെയ്യാറുണ്ടായിരുന്നല്ലോ, അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. എങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ മക്കൾക്ക് ആദ്യം നൽകേണ്ട വസിയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഈ പ്രവാചകന്മാരും ഒക്കെ നൽകിയതാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കുഞ്ഞു മക്കൾക്ക് നൽകിയിട്ടുള്ള വസിയത്ത് കാണാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ പിന്നിൽ ഒട്ടകപ്പുറത്ത് യാത്രാ കൂട്ടുകാരനായി സഞ്ചരിക്കുമ്പോൾ ആ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന ചെറിയ കുഞ്ഞിനോട് പറയുന്നത്, സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, യാ ഗുലാം, അല്ലയോ കുഞ്ഞുമകനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് ചില പദങ്ങൾ പഠിപ്പിച്ചു തരാം. യഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും. യഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നിനക്ക് നിന്റെ രക്ഷിതാവിനെ നിന്റെ മുന്നിൽ കാണാൻ സാധിക്കും. അല്ലാഹു നിന്നെ സംരക്ഷിക്കുന്നതാ. ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുന്നുവെങ്കിൽ അല്ലാഹുവിനോടാണ് ചോദിക്കേണ്ടത്. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം ചോദിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനോടാണ് സഹായം ചോദിക്കേണ്ടത്. അള്ളാഹുവിനോട് ചോദിക്കേണ്ട സഹായം അത് അള്ളാഹുവിനോട് മാത്രമാണ് ചോദിക്കേണ്ടത്. എന്നിട്ട് പറയുന്നത്, ഭൂമി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നിനക്കൊരു നന്മ ഉദ്ദേശിച്ചു നൽകാൻ ഉദ്ദേശിച്ചു, പക്ഷെ അള്ളാഹു നിനക്കത് വിധിച്ചിട്ടില്ലെങ്കിൽ ലോകത്തെ മുഴുവൻ ആളുകളും പരിശ്രമിച്ചാലും ആ നന്മ നിനക്ക് നൽകാൻ കഴിയില്ല. അതേപോലെ അള്ളാഹു നിനക്കൊരു ഉപദ്രവം ചെയ്യാൻ വേണ്ടി ഒരു ഉപദ്രവം തീരുമാനിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ ആളുകളും അത് തടയാൻ ശ്രമിച്ചാലും അത് തടയാൻ അവർക്ക് സാധ്യമല്ല എന്ന ഈമാൻ കാര്യത്തിൽ ആറാമത്തെ കാര്യം ഖലാ-ഖദറിലുള്ള വിശ്വാസം കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കൾക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. അത് നമ്മളും നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാം. പകർന്നു കൊടുക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവരെ കൂട്ടി നമുക്ക് ഒന്നിച്ചു പോകാം. അതേപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ മക്കൾക്ക് പരലോക ചിന്ത വളർത്തേണ്ടതുണ്ട്. അത് നമ്മുടെ ബാധ്യതയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നീ നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് താക്കീത് ചെയ്യുക എന്ന വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയ സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ലാ ഉഗ്നി അൻകും മിനല്ലാഹി ശൈഅ, ജനങ്ങളെ വിളിച്ചു പറയാം, എനിക്ക് പരലോകത്ത് നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ല. എന്നിട്ട് ഓരോ ഗോത്രം, യാ ബനി അബ്ദു മനാഫ് ലാ ഉഗ്നി അൻകും മിനല്ലാഹി ശൈഅ, യാ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ലാ ഉഗ്നി അൻക മിനല്ലാഹി ശൈഅ, വയാ സഫിയ അമ്മത റസൂലില്ലാ ലാ ഉഗ്നി അൻക മിനല്ലാഹി ശൈഅ. അബ്ദു മനാഫ്, അതുപോലെ തന്നെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അതുപോലെ തന്നെ സഫിയ പോലെയുള്ള ആളുകളെയും ആ ഗോത്രങ്ങളെയും ഒക്കെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ പറയുന്നത് എന്നറിയോ? എനിക്ക് നിങ്ങളെ പരലോകത്തെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അവസാനം തൻ്റെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു തആലയെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വയാ ഫാത്തിമ ബിൻത് മുഹമ്മദ് സലീനി മാ ശിഅതി മിൻ മാലി, അല്ലയോ മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ, എൻ്റെ സമ്പത്തിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ളത് നീ ചോദിച്ചോ, അത് നൽകാൻ എനിക്ക് കഴിയും. എന്നാലോ ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ, നാളെ പരലോകത്ത് ഞാൻ പ്രവാചകൻ്റെ മകളാണ് എന്ന് പറഞ്ഞാൽ കെയർ ഓഫിൽ രക്ഷപ്പെടാൻ കഴിയില്ല. സഹോദരങ്ങളെ, അത് നമ്മൾ നമ്മുടെ മക്കൾക്കും പകർന്നു കൊടുക്കണം. വാപ്പ നല്ല മുത്തക്കിയായ തഖ്വയുള്ള 5 നേരം പള്ളിയിൽ പോകുന്ന, ദഅവത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന അതിന് മുമ്പിലുള്ള ആളാണ്. മാതാവും അങ്ങനെ തന്നെ. പക്ഷെ ആ കെയർ ഓഫിൽ മക്കൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇനി മക്കൾ നന്നായി, വാപ്പ നേരെ വിപരീതമായാൽ മക്കളുടെ കെയർ ഓഫിൽ വാപ്പമാർക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ നല്ല രൂപത്തിലായി വളരാൻ നമ്മൾ അവർക്ക് അനുവദനീയമായ മാർഗത്തിലൂടെ സമ്പാദിച്ച സമ്പാദ്യം കൊണ്ടായിരിക്കണം അവർക്കുള്ള വിഭവങ്ങൾ ഒരുക്കേണ്ടത്. ഭക്ഷണവും വസ്ത്രവും താമസവും പാർപ്പിടവും അതുപോലെ വാഹനങ്ങളും വിദ്യാഭ്യാസം എല്ലാം അനുവദനീയമായ മാർഗത്തിലൂടെ. ഒരിക്കൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കിടാങ്ങളിൽപ്പെട്ട ഹസൻ റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അതെ, മദീന പള്ളിയിൽ
കൂട്ടിയിട്ടിരിക്കുന്ന സക്കാത്തിൻ്റെ മുതലിൽ നിന്ന് ഒരു കാരക്കച്ചീള് തൻ്റെ വായിലേക്ക് ഇടുകയുണ്ടായി. അത് അഖദൽ ഹസൻ ബിൻ അലി തംറത്തൻ മിൻ തംരി സ്വദക്ക. സ്വദക്ക എന്ന് പറഞ്ഞാൽ ഇവിടെ സക്കാത്തിൻ്റെ മുതലിൽ നിന്ന് ഹസൻ ബിൻ അലി റളിയല്ലാഹു തആല അൻഹു, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൻ ഒരു കാരക്ക വായിലിട്ട സമയത്ത് റസൂൽ അത് കണ്ടു. ഫജഅലഹാ ഫീഹി, അദ്ദേഹം തൻ്റെ വായിലേക്ക് ഇട്ടപ്പോൾ ഫക്കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, കഹിൻ അത് ഛർദ്ദിച്ച് കളയ്, തുപ്പിക്കളയേ, ഇർമി ബിഹ, എന്നിട്ട് അത് എറിയൂ. എന്നിട്ടോ അമാ അലിംത അന്നാ ലാ നാക്കുലു സദഖ, നിനക്കറിയില്ലേ നമുക്ക് സക്കാത്ത് വാങ്ങാൻ പാടില്ല, സക്കാത്തിൻ്റെ മുതൽ തിന്നാൻ പാടില്ല. പ്രവാചകനും പ്രവാചക കുടുംബത്തിൽപ്പെട്ട തങ്ങന്മാർക്കും സക്കാത്ത് വാങ്ങാൻ പാടില്ല. പക്ഷെ അവർ സക്കാത്ത് കൊടുക്കാൻ അർഹരാണെങ്കിൽ കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതുപോലെ സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ ലോട്ടറി അടിച്ച് അതുകൊണ്ട് ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ, അതുകൊണ്ട് വീടുണ്ടാക്കി കൊടുത്താൽ, പലിശക്ക് വട്ടിപ്പലിശക്കുമൊക്കെ നമ്മൾ അതിന് സഹകരിച്ചു കൊണ്ടാണ് നമ്മുടെ മക്കളെ വളർത്തുന്നതെങ്കിൽ നമ്മുടെ മക്കൾ സ്വാലിഹ്യങ്ങളാവുകയില്ല, നമ്മളും സ്വാലിഹ്യങ്ങളാവുകയില്ല, നരകത്തിലായിരിക്കും പോവുക. അതുകൊണ്ട് നമ്മുടെ മക്കളുടെയും നമ്മുടെയും ഒക്കെ ഭക്ഷണവും പാർപ്പിടവും അതുപോലെ തന്നെ എല്ലാ സംഗതികളും ഇസ്ലാം അനുവദിച്ച മാർഗത്തിലൂടെ സമ്പാദിച്ച സമ്പത്ത് കൊണ്ടാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്, അവർക്ക് നൽകേണ്ടത്. എങ്കിലേ നമ്മുടെ മക്കൾ നല്ല രൂപത്തിൽ വളരുകയുള്ളൂ. അങ്ങനെ സ്വാലിഹ്യങ്ങളായ മക്കളെ പ്രദാനം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പകർത്താൻ പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ സ്വാലിഹ്യങ്ങളായി തീരാനുള്ള ഏതാനും ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇസ്ലാമിൻ്റെ ആരാധന അനുഷ്ഠാനങ്ങൾ കൃത്യമായി നമ്മളിൽ നിന്ന് നമ്മുടെ മക്കൾ പഠിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമസ്കാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുറു ഔലാദക്കും ബിസ്സലാ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ നമസ്കാരം കൽപ്പിക്കണം. വഉം അബ്നാഉ സബ്അ സിനീൻ, നിങ്ങളുടെ മക്കൾ 7 വയസ്സായി കഴിഞ്ഞാൽ നമസ്കാരം അവരോട് കൽപ്പിക്കണം എന്നാണ്. അതേപോലെ തന്നെ വദ്രിബു അലൈഹാ വഉം അബ്നാഉ അശർ, 10 വയസ്സായിട്ടും നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ അടിക്കണമെന്നാണ്. ഇസ്ലാം മക്കൾ അടിക്കാൻ അനുവാദം നൽകിയ ഏക കാര്യത നിസ്കാരത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലേ കുട്ടികളെ കൂടെ കൊണ്ടുപോകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ പേരക്കിടാങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ, അവരെ റസൂലുള്ള പള്ളിയിലേക്ക് കൂടെ കൊണ്ടുപോകും. എന്നിട്ട് റസൂല മിഹ്റാബിൽ ഇമാമ് നിൽക്കുമ്പോൾ സുജൂദിലാകുന്ന സമയത്ത് ഈ 2 കുട്ടികളും പ്രവാചകൻ്റെ പെരടിയിൽ കയറി ആന കളിക്കുന്ന. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി സുജൂദ് ചെയ്യും. അവരെപ്പോഴാണോ സ്വമേധയാ ഇറങ്ങിപ്പോകുന്നത് അപ്പോഴേ തൻ്റെ ശിരസ് റസൂലുള്ള ഉയർത്താറുണ്ടായിരുന്നുള്ളൂ സുജൂദിൽ നിന്ന്. ബാക്കിൽ സുജൂദിൽ കിടക്കുന്ന സഹാബാക്കൾ ഇങ്ങനെ വിചാരിക്കും, എന്താ വിചാരിക്കുന്നത്? അല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കടന്ന് ഉറങ്ങിപ്പോയോ, അതല്ലേ മറന്നുപോയോ? റസൂലുള്ള ഉറങ്ങിയിട്ടുമില്ല, മറന്നിട്ടുമില്ല. പക്ഷേ കുട്ടികൾക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുക. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? കുട്ടികളെ കൊണ്ടുവരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെ തങ്ങളുടെ അടുത്ത് തന്നെ നിർത്തി നമസ്കാരം ശീലിപ്പിക്കുന്ന രൂപത്തിൽ അവരെ കളിക്കാനും ഒച്ച ഉണ്ടാക്കാനൊന്നും വിടാതെ സംരക്ഷിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ്. എന്തായിരുന്നാലും നമ്മുടെ കൂടെ കുട്ടികളെ നമസ്കാരം ശീലിപ്പിക്കണം. സ്ത്രീകളൊക്കെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ കുറ്റിയിട്ടല്ല നിസ്കരിക്കേണ്ടത്. നേരെ മറിച്ച് അവരുടെ മക്കൾ, ചെറിയ മക്കൾ കാണുന്ന രൂപത്തിൽ അവർ നമസ്കാരം നിർവഹിക്കണം. എങ്കിൽ അവരുടെ കൂടെ അവർ നിസ്കരിക്കും. അങ്ങനെ കുറച്ച് ദിവസം നമസ്കരിക്കുമ്പോൾ ഉമ്മ ഒതെടുത്ത് വരുന്നതിന് മുമ്പ് തന്നെ അവർ നമസ്കാരപ്പടവും മുസല്ലയൊക്കെ ഇട്ട് നിസ്കാരം ആരംഭിച്ചിരിക്കും. അങ്ങനെ അവരെ പഠിപ്പിക്കണം. അതുപോലെ തന്നെ നോമ്പും. അങ്ങനെ നമ്മൾ ഒരു ഇസ്ലാമിക ചിട്ടയോടുകൂടിയായിരിക്കണം നമ്മുടെ മക്കളെ വളർത്തേണ്ടത്. അതേപോലത്തെ റസൂലുള്ള ആ ഹദീസിന് അവസാനം പറയാം, വഫർരിഖൂ ബൈനഹും ഫിൽ മളാജി, അവരെ നിങ്ങൾ കിടപ്പറ വേർപ്പെടുത്തി കിടത്തുന്ന. വയസ്സായാൽ, അതായത് 7 വയസ്സായാൽ പിന്നെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കൂടെ മക്കളെ കടത്താൻ പാടില്ല. 10 വയസ്സായാൽ ആങ്ങളെയും പെങ്ങളും ഒരു റൂമിൽ ഒന്നിച്ച് താമസിക്കാൻ പാടില്ല, കിടക്കാൻ പാടില്ല. അതുപോലെ തന്നെ ജ്യേഷ്ഠനും അഞ്ചനും 10 വയസ്സായാൽ ഒറ്റ വിരിപ്പിൽ ഉറങ്ങാൻ പാടില്ല. അതൊക്കെ ഇസ്ലാമിൻ്റെ ധാർമ്മിക മൂല്യങ്ങളുടെ ആണിക്കല്ലുകളാണ് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് അവരെ പഠിപ്പിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ അവരെ സഹോദരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ഇസ്ലാമിക സ്വഭാവമൊക്കെ പഠിപ്പിക്കണം. അത് നമ്മളും അതേപോലെ പഠിക്കും വേണം. നമ്മളിൽ നിന്ന് അവരത് പഠിക്കും ചെയ്യണം.
റസൂല പറഞ്ഞത് ലൈസ മിന്നാ മല്ല യർഹം സഗീറന, ചെറിയ മക്കളോട് കരുണ കാണിക്കാത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല. അതേപോലെ തന്നെ വയഅരിഫ് ശറഫ കബീരിന, വലിയ ആളുകളുടെ മഹത്വം മനസ്സിലാക്കി അവരോട് അങ്ങനെ പെരുമാറാത്ത കുട്ടികളൊന്നല്ല നമ്മളിൽപ്പെട്ടവനല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാം. അപ്പോൾ വലിയവരെ ബഹുമാനിക്കണം, ആദരിക്കണം. പക്ഷെ ഇന്നൊന്നും അതൊക്കെ പറഞ്ഞ് അതൊക്കെ 6-ാം നൂറ്റാണ്ടിലെ പഴഞ്ചൻ സമ്പ്രദായമാണ് എന്ന് പറഞ്ഞ് അവർ ഇപ്പോഴത്തെ കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ അതിന് ഒരു ഏണി വെച്ച് കൊടുക്കുന്ന രൂപത്തിലാകാൻ പാടില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് സ്വഭാവങ്ങൾ പഠിപ്പിക്കണം. അതേപോലെ തന്നെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അവർക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. അതേപോലെ തന്നെ പ്രത്യേകിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ ജനിച്ചു, അതുപോലെ തന്നെ എത്രാമത്തെ വയസ്സിലാണ് പ്രവാചകത്വം ലഭിച്ചത്, പ്രവാചകൻ്റെ ഭാര്യമാർ അതായത് നമ്മുടെ ഉമ്മമാർ ആരൊക്കെയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്ര കുട്ടികളുണ്ടായിരുന്നു, സന്താനങ്ങളുണ്ടായിരുന്നു, അതേപോലെ തന്നെ പ്രവാചകൻ നയിച്ച യുദ്ധങ്ങൾ എന്തിനു വേണ്ടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധമുണ്ടാക്കിയത്, എന്താണ് ഖുർആൻ, അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വർഗ്ഗസന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബാക്കൾ അവരുടെ ചരിത്രങ്ങളൊക്കെ സഹോദരങ്ങളെ നമ്മുടെ മക്കൾക്ക് നമ്മൾ വായിക്കുന്നതോടൊപ്പം അവർക്ക് പകർന്നു കൊടുക്കണം. എങ്കിലേ നമ്മുടെ മക്കൾ സ്വാലിഹ്യങ്ങളാവുകയുള്ളൂ. നമ്മുടെ മക്കളോട് ഫുട്ബോൾ താരങ്ങളെ പറ്റിയും സിനിമ നടന്മാരെ പറ്റിയും ക്രിക്കറ്റിൻ്റെ ആളുകളെ പറ്റിയും അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ റീൽസിൽ കൂടുതൽ റേറ്റുള്ള കൂടുതൽ ഫോളോവേഴ്സുള്ള ആളുകൾ ആരൊക്കെ എന്ന് ചോദിച്ചാൽ അതൊക്കെ അവർക്ക് മണിമണിയായി അവർക്ക് മനപ്പാടാണ്, അവരൊക്കെ പറഞ്ഞു തരും. പക്ഷേ ഇസ്ലാമിൻ്റെ ഒരു കർമ്മത്തെ പറ്റിയോ ഒരു അനുഷ്ഠാനത്തെ പറ്റിയോ ഒരു ചരിത്രത്തെ പറ്റിയോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കും അറിയില്ല, നമ്മുടെ മക്കൾക്ക് അത്രയും അറിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളുമൊക്കെ അതിൻ്റെ സംഭവങ്ങളും ഇസ്ലാം വളർന്നതും അതിൻ്റെ പൂർത്തീകരണവും വിശുദ്ധ ഖുർആനും വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരുടെ ചരിത്രങ്ങളുമൊക്കെ നമ്മൾ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുത്തു എങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന മക്കളുണ്ടാവും. സർവോപരി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഇപ്പോൾ നമുക്കറിയാം, മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ തെറ്റിപ്പോയി. അത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു തെറ്റല്ല, അദ്ദേഹത്തിൻ്റെ കുറവുകൊണ്ടല്ല. അദ്ദേഹത്തെ നന്നാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? തീരുമാനിച്ചു. അങ്ങനെ ഒരുപാട് പണി ചെയ്തു. പക്ഷേ അള്ളാഹു തൗഫീക്ക് കൊടുത്തില്ല. നമ്മളിതൊക്കെ ചെയ്തിട്ടും പിന്നെ തെറ്റിപ്പോവാണെങ്കിൽ അത് അള്ളാഹിൻ്റെ വക്കിലേക്ക് നമുക്ക് വിടാം. പക്ഷേ നമ്മൾ ചെയ്യാതെ കുറേ കുട്ടികളെ ഉണ്ടാക്കി റോട്ടികൾ വിട്ടു എന്നല്ലാതെ വേറൊന്നും പരിഗണിക്കാതെ അവർക്ക് ഭക്ഷണം വസ്ത്രവും പാർപ്പിടം ഒക്കെ നൽകി ദീന് നൽകിയിട്ടില്ല എങ്കിൽ അതിൻ്റെ കുറ്റക്കാരി നമ്മളാണ്. അവൻ്റെ കാലും കൈയും എങ്ങനെ വളരുന്നുവെന്ന് ഓരോ ദിവസവും നമ്മളൊരു ചെടി നട്ടാൽ അത് മുളയ്ക്കുന്നുണ്ടോ, അതിന് എത്ര ഇല വന്നു എന്ന് നമ്മൾ നനയ്ക്കുന്ന സമയത്തൊക്കെ നോക്കും. അപ്പോൾ നമുക്കൊരു സന്തോഷം. അതേപോലെ നമ്മുടെ മക്കൾ അവരുടെ കാലുകളും കണ്ണുകളും കൈകളും ഒക്കെ വളർന്നു വരുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകും. പക്ഷേ ഈ ദീൻ നൽകിയിട്ടില്ല എങ്കിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന എങ്ങനെ അത് വളരുന്നു എന്ന് നോക്കി നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന ആ കാലുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മുടെ മക്കൾ നമ്മുടെ നരകത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുമെന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. അതുകൊണ്ട് മക്കളിലൂടെ രക്ഷപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. വിശ്വാസികൾ ആരാ? വല്ലദീന യഖൂലൂന റബ്ബന, അവരിങ്ങനെ പറയും, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ഹബിലന ഞങ്ങൾക്ക് നീ നൽകണം, മിൻ അസ്വാജിന ഞങ്ങളുടെ ഇണകളിൽ, വദുരിയാത്തിന ഞങ്ങളുടെ സന്താനങ്ങളിൽ, ഖുർറത്തഅയ്ൻ കൺകുളിർമ നൽകണമേ. ചില മക്കളൊക്കെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഉമ്മയും ബാപ്പയും ഒക്കെ പേടിക്കാണ്, റൂം കുറ്റിയിട്ടിരിക്കുകയാണ്, എന്ത് ചെയ്യുമെന്നറിയാത്ത രൂപത്തിൽ. അങ്ങനെയുള്ള മക്കളുണ്ടായിട്ട് എന്താണ് സഹോദരങ്ങളെ, എത്രയോ പ്രതീക്ഷിച്ചും എത്രയോ പ്രാർത്ഥിച്ചിട്ടുമാണ് നമുക്കൊരു കുഞ്ഞിക്കാല് കിട്ടിയത്. ആ കുഞ്ഞിക്കാലിലുള്ള ആ മകൻ വളർന്നു വലുതായി കഴിഞ്ഞാൽ അവനെ പേടിക്കേണ്ട ഒരു ദുരവസ്ഥ മാതാപിതാക്കൾക്കുണ്ടാകുക എന്നത് വളരെയധികം നിർഭാഗ്യമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, അല്ലാഹുവേ ഞങ്ങൾക്ക് അതായത് മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതേപോലെ പ്രവാചകൻ്റെ ഹദീസിലൊക്കെ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ വേളകളിലൊക്കെ നമ്മൾ അവർക്ക് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. നമ്മുടെ മക്കളെ എപ്പോഴും പ്രാർത്ഥിക്കണം. എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും പ്രാർത്ഥന കൊണ്ട് ഒരിക്കലും മടുപ്പുണ്ടാകാൻ പാടില്ല സഹോദരങ്ങളെ. നമ്മുടെ ഈ മക്കൾക്കിപ്പോൾ വെക്കേഷനാണ്, അവർക്ക് ദീന് പഠിപ്പിക്കാൻ ഒരുപാട് മോറൽ സ്കൂളുകളും അതുപോലെ തന്നെ ക്യാമ്പുകളുമൊക്കെ പല സ്ഥലത്തും പല രൂപത്തിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സൗകര്യത്തിന് ചുറ്റുപാടും അനുസരിച്ച് നമ്മുടെ മക്കൾ അതിലേക്ക് പറഞ്ഞ്
പറഞ്ഞയക്കണം. 5ാം ക്ലാസ് കഴിഞ്ഞാലും മദ്രസ 5ാം ക്ലാസ് കഴിഞ്ഞാലും പഠിപ്പിക്കാൻ പിന്നെ മോറൽ സ്കൂളുകളുടെ CRE എന്ന് പറഞ്ഞിട്ട് അതിൽ എല്ലാ ആഴ്ചയിലും നടക്കാറുണ്ട്. അതിലൊക്കെ നമ്മൾ പങ്കെടുക്കണം, നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിക്കണം. അതേപോലെ തന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത മെയ് 11 പെരിന്തൽമണ്ണയിൽ വെച്ച് കുട്ടികൾ സംഘടിപ്പിക്കുന്ന ഒരു മഹത്തായ സമ്മേളനം വരാൻ പോകുന്നുണ്ട്. ആ സമ്മേളനത്തിലേക്ക് നമ്മുടെ മക്കളെല്ലാവരെയും നമ്മൾ ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യണം. ഇന്നലെ മിഞ്ഞാന്നും 2-3-4 ദിവസമായി കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ധർമ്മസമരം എന്ന പേരിൽ ഒരുപാട് പരിപാടികൾ, അനൗൺസ്മെൻറ്റും പരിപാടികളും കവലപ്രസംഗങ്ങളൊക്കെ, അതുപോലെ തന്നെ പിന്നെ ബുക്കിലെറ്റ് വിതരണം, അതുപോലെ തന്നെ നോട്ടീസ് വിതരണമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു സമ്മേളനത്തിന് നമ്മുടെ മക്കളെല്ലാവരെയും നമ്മൾ അവരെ കൂടെ കൂട്ടി ആ പെരിന്തൽമണ്ണയിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അത് നമുക്കൊരിക്കലും അതിനുള്ള പെട്രോൾ ചാർജും അതിൻ്റെ സമയമൊന്നും ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. അതൊക്കെ നമ്മുടെ മക്കളിലൂടെ ഇഹലോകത്തും പരലോകത്തും തിരിച്ചു കിട്ടും എന്നൊരു ബോധ്യത്തോടു കൂടി നമ്മളതിന് പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയുമൊക്കെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനങ്ങളില്ലാത്ത ആളുകൾക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സന്താനങ്ങളുള്ള മാതാപിതാക്കൾക്ക് അവർക്ക് കൺകുളിർമയും മുത്തക്കീങ്ങൾക്ക് ഇമാമുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിലൂടെ ഇഹലോകത്തും പരലോകത്തും വിജയം വരിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ടുള്ള ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണമേ. അവരുടെ ഖബറുകളെ നീ വിശാലമാക്കണമേ. അവരെയും ഞങ്ങളെയും നീ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ അനുഗ്രഹിച്ച സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, മഹത്തുക്കൾ, സ്വാലിഹീങ്ങൾ, അംബിയാക്കൾ, മുർസലീങ്ങൾ ഇവരോടൊപ്പം ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, മാരകമായ രോഗങ്ങൾക്ക് വിധേയരായി ഹോസ്പിറ്റലുകളിൽ വീടുകളിലും കഴിഞ്ഞുകൂടുന്ന ഒരുപാട് ആളുകളുണ്ട് നാഥ. അവർക്ക് എത്രയും പെട്ടെന്ന് ശിഫ ആജിൽ പ്രദാനം ചെയ്യണമേ. അങ്ങനെയുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവെ, ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ കൃത്യമായ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കാനുള്ള തൗഫീക്കും ചുറ്റുപാടും സാഹചര്യങ്ങളും എല്ലാം അള്ളാഹുവെ ഞങ്ങളുടെ ഈ ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഒക്കെ ആരൊക്കെ ഏതൊക്കെ രൂപത്തിൽ ബുദ്ധിമുട്ടിക്കാനും പ്രയാസമുണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നെങ്കിൽ അല്ലാഹുവേ, അതൊക്കെ ഞങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരു തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാക വഅദഅദ്ദീൻ മിനൽ യഹൂദി വൻ നസാറ വൽ മുനാഫിഖീന വൽ മജൂസീന വൽ ബൂദിയീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ من النار. اللهم اجرنا من النار. اللهم يا منزل الكتاب ومجري السحاب وهازم الأحزاب اللهم اهزمهم. اللهم إنا نجعلك في نهورهم ونعوذ بك من شرورهم. اللهم إنا نعوذ بك من البرص والجنون والجذام ومن سيء الأسقام. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. الله أكبر الله أكبر.